ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, വീണ്ടും നമ്മൾ ദൈവവചനത്തിൽ നിന്നും ചിന്തിക്കുവാൻ കൂടി വന്നിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ഒരു രാത്രി നിങ്ങൾക്ക് നല്ല ഒരു സുഖ നിദ്ര നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വിശ്വസിക്കട്ടെ. ഇനിയൊരു നല്ല ദിവസം കൂടി നിങ്ങൾക്ക് ഞാൻ ആശംസിക്കുകയാണ്. കർത്താവിൻ്റെ ചിറയിൻ കീഴിൽ നമുക്ക് വേണ്ട സംരക്ഷണവും വേണ്ട അവൻ്റെ പരിപാലനവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നലെ നമ്മൾ ചിന്തിച്ചത് നരകം എന്ന ഒരു ദുരുപദേശത്തെക്കുറിച്ചാണ്, അല്ലെങ്കിൽ നരകശിക്ഷ എന്ന ഒരു ദുരുപദേശം. ഇത് മനുഷ്യൻ്റെ ജീവിതത്തിൽ, അല്ലെങ്കിൽ മനുഷ്യൻ്റെ വിശ്വാസ ജീവിതത്തിൽ മനുഷ്യരെ വളരെയേറെ തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന, മനുഷ്യൻ അന്ധമായി വിശ്വസിക്കുന്ന ഒന്ന ദൈവം ദുഷ്ടന്മാരെയെല്ലാം നിത്യമായ ഒരു യാതനാ സ്ഥലത്ത് അവിടെ ദണ്ഡിപ്പിച്ചുകൊണ്ടിരിക്കും. ഇതെന്തിനാണെന്ന് വെച്ചാൽ, ഇതിങ്ങനെ ഒരു വിശ്വാസം മനുഷ്യരിൽ സൃഷ്ടിച്ചെങ്കിൽ മാത്രമേ മരണാനന്തര ജീവിതം, ഇങ്ങനെയൊരു മനുഷ്യൻ്റെ ആത്മാവ് മരണാനന്തരം ഇങ്ങനെ ജീവിക്കുന്നു, അത് നല്ലവരുടെ ആത്മാവാണെങ്കിൽ സ്വർഗത്തിലും, ദുഷ്ടന്മാരുടെ ആത്മാക്കൾ ആണെങ്കിൽ അത് ശുദ്ധീകരണ സ്ഥലം അല്ലെങ്കിൽ ഇതുപോലെയുള്ള യാതനാ സ്ഥലം അവിടെയൊക്കെയാണ് എന്ന് വിശ്വസിപ്പിച്ചുവെങ്കിൽ മാത്രമേ അവിടെ നിന്നും അവയെ ഈ ആത്മാക്കളെ മോചിപ്പിക്കുവാൻ ഞങ്ങൾ നടത്തുന്ന കർമ്മങ്ങൾ ആവശ്യമാണ്, ആ കർമ്മങ്ങൾ വഴി ഇവരെ മോചിപ്പിക്കാം എന്നുള്ള ധാരണ മനുഷ്യനിൽ വരുത്തി അവരിൽ നിന്നും ഈ കർമ്മങ്ങൾക്കെല്ലാം ഫീസ് വെച്ച് ഒരു സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അതൊന്ന്. രണ്ടാമത്, സത്യദൈവത്തിൽ നിന്നും മനുഷ്യനെ അകറ്റിക്കളയാൻ, ആ വിശ്വാസത്തിൽ നിന്നും മനുഷ്യനെ ആ വിദൂരതയിലേക്ക് പോകുവാൻ ഏറെ സഹായിക്കുന്ന ഒരു വിശ്വാസമാണ്. അപ്പൊ സാമ്പത്തിക ലാഭം ഇവിടെയുള്ള സഭകൾക്കും ഇവിടുത്തെയുള്ള ഉപദേഷ്ടാക്കന്മാർക്കും ഉണ്ടാകുമ്പോൾ പിശാചിന്റെ നേട്ടം എന്ന് പറയുന്നത് മനുഷ്യനെ ദൈവത്തിൽ നിന്നും, സത്യദൈവത്തിൽ നിന്നും, അവൻ മനുഷ്യന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ നിത്യജീവന്റെ രക്ഷാകര പദ്ധതിയിൽ നിന്നും മനുഷ്യനെ ബഹുദൂരം പിന്നോട്ട് കൊണ്ടുപോവുക. അപ്പോൾ അവൻ ദൈവത്തെ സ്നേഹിക്കും, ആ രീതിയിൽ അതിൽ നിന്നും അവനെ അകറ്റി നിർത്തുക. ഇതൊക്കെയാണ് ആ രാജ്യം വരണമേ എന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ ആ രാജ്യം വരുന്നതിനെ കുറിച്ച് എന്തുമാത്രം താല്പര്യമുള്ളവരായിരിക്കുവർ. അപ്പൊ ഇങ്ങനെ ദൈവത്തിന്റെ നല്ല പദ്ധതികളിൽ നിന്നും മനുഷ്യനെ അകറ്റി നിർത്തുക എന്നുള്ള പിശാചിന്റെ ലക്ഷ്യമാണ് ഇതിന്റെ പിന്നിലുള്ള മറ്റൊരു വസ്തുത. ഇതുകൊണ്ടൊക്കെയാണ് ഞാൻ വീണ്ടും ഇത് പറയുന്നത്. അപ്പൊ ഇത് ബൈബിൾ ഉപദേശിക്കുന്ന ഒരു ഉപദേശമല്ല മനുഷ്യന് നിത്യ ദണ്ഡനം എന്നുള്ളത്. ബൈബിളിൽ ഒരു ഭാഗത്ത് പോലും ഇത് ചില ഭാഷാന്തരകർത്താക്കൾ വരുത്തി വെച്ചിരിക്കുന്ന ദുരുപദേശങ്ങൾ അല്ലെങ്കിൽ ആശയങ്ങളാണ്. കാരണം ബൈബിൾ ഭാഷാന്തരപ്പെടുത്തിയിരിക്കുന്ന എല്ലാ ആൾക്കാരും അവരെല്ലാം ഇങ്ങനെയുള്ള ദുരുപദേശത്തിന്റെ അടിമകളാണ്. ആ ദുരുപദേശത്തിൽ നിന്നുകൊണ്ടാണ് അവരിതെല്ലാം ഈ ഭാഷാന്തരങ്ങൾ നടത്തുന്നത്. ഞാൻ ഇന്നലെ നിങ്ങൾ പറഞ്ഞിരുന്നു, 2 വാക്കുകൾ അല്ലെങ്കിൽ 3 വാക്കുകൾ, അതായത് പഴയ നിയമത്തിൽ ഒരു വാക്കും പുതിയ നിയമത്തിൽ 2 വാക്കുകളും നിങ്ങൾ കാണാൻ സാധിക്കും. പഴയ നിയമത്തിൽ ഷിയോൽ എന്ന് പറയുന്ന ഒരു പദം, പുതിയ നിയമത്തിൽ അതിന് തുല്യമായിരിക്കുന്ന ഹേഡീസ് എന്ന ഒരു പദം. എന്നാൽ ഇതിൽ രണ്ടിൽ നിന്നും വ്യത്യസ്തമായി ഗീഹന എന്ന മറ്റൊരു പദം. ഈ 3 പദങ്ങളെ ഉപയോഗിച്ചിട്ടാണ് മനുഷ്യൻ ഇപ്രകാരമുള്ള ഒരു അന്ധവിശ്വാസത്തിനെ കുടിപിടിക്കുന്നത്, അതിന് ചൂട്ടുപിടിക്കുന്നത്. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഞാൻ ഇന്നലെ പറഞ്ഞു, ഈ പഴയ നിയമത്തിൽ, അതായത് ഷിയോൽ എന്നുള്ള പദം എബ്രായ പദമാണ്. അത് 65 പ്രാവശ്യം ബൈബിളിൽ പ്രയോഗിച്ചിട്ടുണ്ട്. ആ 65 പ്രാവശ്യം പ്രയോഗിച്ചതിൽ 31 പ്രാവശ്യവും പഴയ ഇംഗ്ലീഷ് ഭാഷാന്തരക്കാർ അതിനെ 31 പ്രാവശ്യം ഗ്രേവ്, ശവക്കുഴി എന്നാണ് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. ഗ്രേവ് എന്നാണ് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. 31 പ്രാവശ്യം അതിനെ ഹെല്ലെന്ന് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. 3 പ്രാവശ്യം അതിനെ പിറ്റെന്ന് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഗ്രേവ്, ഹെല്ല്, പിറ്റ്, ഈ 3 രീതിയിൽ പഴയ ഭാഷാന്തരങ്ങൾ, മുഖ്യമായും കിങ് ജെയിംസ് വേർഷൻ എന്ന് പറയുന്ന KJV, അവർ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ,
മലയാള പരിഭാഷയിലേക്ക് നാം കടന്നു ചെന്നാൽ പഴയ നിയമത്തിൽ ഇതിൽ ഒരു ഭാഗത്ത് പോലും ഈ പദത്തെ നരകമെന്ന് പരിഭാഷപ്പെടുത്തിയിട്ടില്ല. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാ. എന്തുകൊണ്ട് അവർ ഈ പദത്തെ നരകം എന്ന് പരിഭാഷപ്പെടുത്തിയിട്ടില്ല? അവിടെ അവർ പരിഭാഷപ്പെടുത്തിയിരിക്കുന്ന പാതാളം എന്നും ശവക്കുഴി എന്നും കുഴിയെന്നുമാണ്. അപ്പൊ ഇങ്ങനെ നരകം എന്ന് പരിഭാഷപ്പെടുത്താത്തത് കൊണ്ട് പാതാളം എന്നുള്ള പദത്തെ ഇന്നത്തെ ഉപദേഷ്ടാക്കന്മാർ അതാണ് നരകമെന്ന് ചിന്തിക്കുകയാണ്. അപ്പൊ അതിനുശേഷം നാം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ ഷിയോൽ എന്നുള്ള പദത്തിന് തുല്യമായിരിക്കുന്ന എബ്രായ പദത്തിന് തുല്യമായ ഗ്രീക്ക് പദം, അതായത് പുതിയ നിയമത്തിൽ അത് ഹേഡീസ് എന്നുള്ളതാണ്. 12 തവണയാണ് ഈ വാക്ക് പുതിയ നിയമത്തിൽ വരുന്നത്. അത് എവിടെയൊക്കെയാണെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഓടിച്ചങ്ങ് പറയുകയായിരുന്നു. ഈ 12 പ്രാവശ്യം പ്രയോഗിക്കുമ്പോഴും അതിനെ നരകമെന്ന് പുതിയ നിയമത്തിലും പരിഭാഷപ്പെടുത്തിയിട്ടില്ല. അവിടെയും പാതാളമെന്നാ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഇംഗ്ലീഷിൽ അതിനെ ഹെല്ലെന്ന് പരിഭാഷപ്പെടുത്തിയിട്ടില്ല. മലയാള കർത്താക്കൾ എന്നാൽ അതിനെ നരകമെന്ന് പരിഭാഷപ്പെടുത്തിയിട്ടില്ല. ഇനി മറ്റൊരു പദമാണ് ഞാൻ പറഞ്ഞത്, ഗീഹന്ന എന്നുള്ളത്. അത് 11 പ്രാവശ്യം പുതിയ നിയമത്തിൽ വരുന്നുണ്ട്. ഈ 11 പ്രാവശ്യം വരുന്നത് ആ പദത്തെയാണ് നരകമെന്ന് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആ ഗീഹന്ന എന്നുള്ള പദം ആ പദത്തെ നരകമെന്ന് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നു. ആ ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്ന് ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചിരുന്നു. ഗീഹന്ന എന്നുള്ള ആ വാക്കുകൾ വരുന്നത് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 22-ാം വാക്യം, 5-ന്റെ 29, 30, 10-ന്റെ 28, 18-ന്റെ 19, 23-ന്റെ 15-ഉം 33-ഉം, മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 43, 45, 47, ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 5-ാം വാക്യം, അതിനുശേഷം യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം 6-ാം വാക്യം. ഈ ഇത്രയും സ്ഥലങ്ങളിലാണ് ഇതിനെ നരകമെന്ന് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഇംഗ്ലീഷുകാരതിനെ ഹെല്ലെന്ന് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ഈ പുതിയ ഭാഷാന്തരങ്ങൾ, അത് പഴയ നിയമത്തിലുള്ളതായിക്കോട്ടെ പുതിയ നിയമത്തിൻ്റെതായിക്കോട്ടെ, പുതിയ ഭാഷാന്തരങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ന്യൂ ഇന്റർനാഷണൽ വേർഷൻ, ഇതുപോലെയുള്ള പുതിയ ഭാഷാന്തരങ്ങൾ, ഇവരെല്ലാം ഇതിനെ പരിഭാഷപ്പെടുത്താതെ വിട്ടിരിക്കുക. പലരും പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് ഗ്രേവെന്ന. അപ്പം എന്തുകൊണ്ടാ അവരും ഇതിനെ ഗ്രേവെന്ന് പരിഭാഷപ്പെടുത്താനുള്ള കാരണം എന്താ? പക്ഷെ പലരും ഇതിനെ അപ്രകാരം തന്നെ ഷിയോൽ എന്നുള്ളതിനെ ഷിയോൽ എന്ന് തന്നെയും ഗീഹന്ന എന്നുള്ളതിനെ ഗീഹന്ന എന്നും പരിഭാഷപ്പെടുത്തിയിരിക്കുക, എന്നും പരിഭാഷപ്പെടുത്താതെ വിട്ടിരിക്കുക. ആ മൂലപദങ്ങൾ തന്നെ ഉപയോഗിച്ചിരിക്കുന്നു. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ്? അപ്പോൾ ഇനി ഗീഹന്നയുള്ള പദത്തിന്റെ അർത്ഥം അല്ലെ അതിന്റെ പ്രയോഗം ഞാൻ ഏതാനും ചില ഭാഗങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുക. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ അതിന്റെ 22-ാം വാക്യം ഇങ്ങനെയാ പറയുന്നത്, ഞാനോ നിങ്ങളോട് പറയുന്നത് സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസാര എന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും. ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിങ്കൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന്റെ മുമ്പിൽ വച്ചേച്ച് ഒന്നാമത് എന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക. ഇതാ പറയുന്നേ. ഇപ്പൊ ജീവിതത്തിൽ നമ്മള് മറ്റുള്ളവരെ ശത്രുക്കളായി കാണാതിരിക്കുക, അതാണ് നല്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്വഭാവത്തിന് എങ്ങനെ മാറ്റം വരുത്താം, അതിനുവേണ്ടി അതാണ് എന്റെ ലക്ഷ്യം. അപ്പൊ നീ സഹോദരനെ മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും. അപ്പൊ മൂഢ എന്ന് വിളിച്ചാൽ എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ ഒരു കൊലപാതകയ്ക്ക് ഒരുവനെ കല്ലെറിഞ്ഞ് കൊല്ലുന്നത്, അല്ലെ അവന് മരണശിക്ഷയ്ക്ക് വിധിക്കുന്നത്, ഇതുപോലെ ഒരു വലിയ ഒരു കൊലപാതകം നടത്തുന്നവനെ. അപ്പൊ ഇവിടെ നാം കാണുക സഹോദരനെ മൂഢ എന്ന് വിളിക്കുമ്പോൾ ആ സഹോദരനെ കൊലപാതകം ചെയ്യുന്നതിന് തുല്യമാണ് എന്ന് പറഞ്ഞാൽ അവന്റെ വ്യക്തിത്വത്തെ ഹനിക്കുക. അങ്ങനെയുള്ളവനെ എന്ത് ചെയ്യും? അഗ്നി നരകത്തിന് യോഗ്യനാകും.
മറ്റൊരു ഭാഗം 29-ാം വാക്യമാ ഇതിന്റെ തന്നെ. നിന്റെ വലം കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തിയാൽ അതിനെ ചൂന്നെടുത്തെറിഞ്ഞു കളക. നിന്റെ ശരീരം മുഴുവനും നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിന്റെ അവയവങ്ങളിൽ ഒന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനമത്രേ. വലങ്കൈ നിനക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ അതിനെ വെട്ടി എറിഞ്ഞു കളക. നിന്റെ ശരീരം മുഴുവനും നരകത്തിൽ പോകുന്നതിനേക്കാൾ അവയവങ്ങളിൽ ഒന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനമത്രേ. നിങ്ങളിവിടെ ചിന്തിക്കുക, നിന്റെ ശരീരം നരകത്തിലേക്ക് പോകുന്നത് എങ്ങനെയുള്ള നമ്മുടെ ഈ ശരീരമാണോ നരകത്തിലേക്ക് പോകുന്നത്? ആത്മാവാണ് നരകത്തിലേക്ക് പോകുന്നത് എന്നല്ലേ പറയുന്നത്. ഇവിടെ യേശു എന്താ പറയുന്നത്? നിന്റെ ശരീരം മുഴുവനും നരകത്തിൽ വീഴുന്നതിനേക്കാൾ നീ അവയവങ്ങളിൽ ഒന്ന് നശിക്കുന്നത് നിനക്ക് നല്ലത്. അപ്പൊ നിനക്ക് നിന്റെ നിത്യജീവന് നിന്നെ അയോഗ്യനാക്കുന്ന രീതിയിൽ നിന്റെ സ്വഭാവത്തെ ഹനിക്കുന്ന ഏതെങ്കിലും ഒരു അവയവം ഉണ്ടെങ്കിൽ, കണ്ണ്, ആ കണ്ണിന്റെ കാഴ്ചകൾ ഈ ലോകത്തിന്റെ ദുർമാർഗം ദോഷങ്ങളിലേക്കാണ് നിന്റെ കണ്ണുകൾ പതിക്കുന്നതെങ്കിൽ ആ കണ്ണ് നീ വേണ്ടെന്ന് വെക്കുക, അല്ലെങ്കിൽ ആ കാഴ്ചയെ നീ ഉപേക്ഷിക്കുക എന്നാ പറയുന്നത്. എങ്കിൽ നിനക്ക് നിത്യജീവൻ പ്രാപിക്കാൻ സാധിക്കും. ഇല്ല എങ്കിൽ നീ വീണ്ടും ഈ ലോകത്തിന്റെ മോഹങ്ങൾക്ക് പിന്നാലെ പോവുകയും ഈ ചെയ്യാവുന്ന തരത്തിലുള്ള എല്ലാ അനീതികളും ചെയ്യുകയുമാണെങ്കിൽ നിനക്ക് ഒരു നിത്യജീവന് നിനക്ക് അവകാശം ഉണ്ടാകുകയില്ല. നീ അഗ്നി നരകത്തിൽ എറിയപ്പെടും. ഇവിടെ ഗീഹന്നെ എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒരിക്കലും അഗ്നി നരകത്തിൽ ഗീഹന്നയിലേക്ക്, അല്ലെങ്കിൽ അഗ്നി നരകത്തിലെ ഇന്നത്തെ വിശ്വാസം അനുസരിച്ച് അഗ്നി നരകത്തിലേക്ക് പോകുന്നത് മരണശേഷം ഒരുവന്റെ ആത്മാവാണ്. ആ ആത്മാവിന് ഇതുപോലെയുള്ള പൂർണ്ണ ശരീരത്തോട് അവയവങ്ങളോട് കൂടിയാണോ പോകുന്നത്? അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലോ, യേശു ഇത് പറഞ്ഞത് ഒരു ആലങ്കാരികമാണ്. ഇപ്പൊ എന്താ ഗീഹന്ന എന്ന് പറഞ്ഞാൽ? ഗീഹന്ന എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഹിന്നോമിന്റെ മക്കൾക്ക് അവകാശപ്പെട്ട ഭൂമി എന്ന, അല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ ഹിന്നോമിന്റെ ഭൂമി എന്ന. അപ്പൊ യെരുശലേം നഗരവും ദേവാലയവും ഒക്കെ പണിതിരുന്ന ഒരു കുന്നിൻ മുകളിലാണ്. ആ ദേവാലയത്തിന്റെയും നഗരത്തിന്റെയും ശുദ്ധീകരണത്തിന് അവിടെ ദിവസേന ആ നഗരം ശുദ്ധീകരിക്കുമ്പോൾ അവയെല്ലാം അടിച്ചു വാരിക്കൊണ്ട് കളഞ്ഞിരുന്ന, ഉപേക്ഷിച്ചിരുന്നത് ഒരു താഴ്വരയിലേക്കാണ്. യെരുശലേം നഗരം പണിയപ്പെട്ടിരുന്നതെന്ന് പറഞ്ഞൊരു കുന്നിൻ മുകളിലാണ്. ആ താഴ്വര ഹിന്നോം എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് അവകാശപ്പെട്ട ഭൂമിയായിരുന്നു. അതുകൊണ്ടാണ് അതിനെ ഹിന്നോമിന്റെ താഴ്വര എന്ന് പറയുന്നത്. അവിടേക്കാണ് ഇതിനെ തള്ളുന്നത്. അപ്പൊ ഇവിടെയുള്ള എല്ലാ അടിച്ചു വാരി കൊണ്ടുവരുന്ന എല്ലാ വസ്തുക്കളും ആ നഗരത്തെ ശുദ്ധീകരിക്കാൻ വേണ്ടി അവിടുന്ന് മാറ്റുന്ന എല്ലാ പദാർത്ഥങ്ങളും കൊണ്ട് തള്ളുന്നതും ഉപേക്ഷിക്കുന്നതും ഈ ഹിന്നോമിന്റെ താഴ്വരയിലേക്കാണ്, ഗീഹന്നയിലേക്കാണ്. അതോടൊപ്പം ചിലരുണ്ട് ശരിയായ ഒരു ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് യോഗ്യരല്ലാതെ മരണത്തെ, അല്ലെങ്കിൽ കുറ്റവാളികളായി അവിടെ തൂക്കിലേറ്റപ്പെടുന്നവർ, കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുന്നവർ, ഇവർക്കൊന്നും ശരിയായ രീതിയിൽ ഒരു ശവസംസ്കാര ശുശ്രൂഷ നൽകപ്പെട്ടിരുന്നില്ല. അങ്ങനെയുള്ളവരുടെയും അവരെ കഴുമരത്തിൽ നിന്ന് അല്ലെങ്കിൽ കല്ലെറിഞ്ഞ് കൊന്നതിന് ശേഷം ആ മൃതശരീരം അവിടെ സംസ്കാരത്തിനല്ല സംസ്കരിക്കാനല്ല അവിടെ ഇടം കണ്ടെത്തിയത്, പിന്നെയോ ഇപ്രകാരമുള്ള താഴ്വരയിലേക്ക് കൊണ്ട് എറിയുവാന്. ഇതായിരുന്നു അന്ന് ഇസ്രയേലിൽ ഉണ്ടായിരുന്ന കാര്യം. നമ്മൾ നോക്കുക, ഇപ്പൊ അവിടെ ഇത് യേശു ഇത് പറയുമ്പോൾ ഇത് യഹൂദന്മാരോടാ പറയുന്നത്. യഹൂദന്മാരോട് പറയുക, അഗ്നി നരകമെന്നല്ല പറയുന്നത്, ഗീഹന്നയിൽ എറിയപ്പെടുമെന്നാ പറയുന്നത്. ആ ഗീഹന്നയിലേക്ക് ഏതെങ്കിലും ഒരു ജീവനുള്ള വ്യക്തിയെ എറിയുന്നതായി യഹൂദന്മാർക്ക് പരിചയമുണ്ടോ? അങ്ങനെ യഹൂദന്മാർ എറിഞ്ഞിട്ടുണ്ടോ? അവിടെ എറിയപ്പെട്ടതെല്ലാം ഇങ്ങനെയുള്ള പാഴ്വസ്തുക്കളും ആ ദേശത്തെ മലിനമാക്കുന്ന മലിന വസ്തുക്കളുമാണ് എറിഞ്ഞിരുന്നത്. അത് അങ്ങേറ്റം ഒരു വലിയ കൊടിയ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ളവർക്ക് അവരെ തൂക്കുമരത്തിനോ കല്ലെറിഞ്ഞു കൊല്ലാനോ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളവരുടെ മൃതശരീരങ്ങളാ എറിയപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഈ കാര്യത്തെക്കുറിച്ച് യഹൂദന്മാർ ബോധവാന്മാരല്ലേ? അവിടെ ഒരിക്കലും ഒരു ജീവനുള്ള വ്യക്തിയെ എറിഞ്ഞിട്ടില്ല. അപ്പൊ യഹൂദന്മാർക്ക് ഈ ഭാഷ അവർക്ക് മനസ്സിലാവൂലേ, ഗീഹൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. അപ്പൊ അവരുടെ ഭാഷയിൽ യേശു അവരോട് സംസാരിച്ചപ്പോൾ അവരൊരിക്കലും വിശ്വസിച്ചിട്ടില്ല. ഇത് ജീവനുള്ളവരുടെ ശിക്ഷാ സ്ഥലമാണ്, അവരെ ശിക്ഷിക്കുവാനുള്ള ഒരു ഇടമാണ് ഇത് എന്ന് ഒരിക്കലും ചിന്തിച്ചിട്ടില്ല.
നമ്മളും ചിന്തിക്കുക, നമ്മുടെ ഇവിടെയുള്ള ശവക്കോട്ടകൾ, പള്ളികളുടെയൊക്കെ ശവക്കോട്ടകൾ, നമുക്കറിയാം ഒരു കാലത്ത് അവിടെ ഒരു ദുർമരണം സംഭവിക്കുന്നവരെ അവരെ കൊണ്ട് ഇടുന്ന തെമ്മാടിക്കുഴി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ അവർക്ക് ഒരിക്കലും അവിടെ മത പുരോഹിതന്മാരുടെ മരണാനന്തര ശുശ്രൂഷകളൊന്നും ലഭിക്കാതെ, അതിനൊന്നും അവർക്ക് ആ ശുശ്രൂഷകളൊന്നും നൽകാതെ അവരെ തെമ്മാടിക്കുഴിയിലാ കൊണ്ടിട്ടിരുന്നത്. അപ്പൊ പറയുക, നിന്നെ ഞാൻ തെമ്മാടിക്കുഴിയിൽ, ജീവിച്ചിരിക്കുന്ന ഒരുവനോട് പറയുക, നീ ഇന്ന രീതിയിൽ നടന്നാൽ നിന്നെ ഞാൻ തെമ്മാടിക്കുഴിയിലെ അടക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അവനെ ജീവനോടെ കൊണ്ട് തെമ്മാടിക്കുഴിയിൽ കുഴിച്ചിടുമെന്നാണോ അതിന്റെ അർത്ഥം? ഇത് കേൾക്കുന്ന ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനി തെമ്മാടിക്കുഴിയെ കുറിച്ച് ഇങ്ങനെ ഒരു ചിത്രം അവന്റെ മനസ്സിൽ വരുമോ? അപ്പൊ അവന് വ്യക്തമായിട്ട് അറിയാം തെമ്മാടിക്കുഴി എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. ഇതുപോലെ തന്നെയല്ലേ യഹൂദന്റെ കാര്യവും. അവനോട് പറയാ, ഗീഹന്നയിൽ എറിയപ്പെടും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവിടെ അവന് ശരിയായ ഒരു ശവസംസ്കാരം നടത്താതെ അവനെ കേവലം ഒരു മലിന വസ്തുവിനെ പോലെ അവനെ എറിഞ്ഞു കളയും. അവനൊരു പുനരുത്ഥാനം ഉണ്ടാകുമെന്ന് ഒരിക്കലും പിന്നീട് അവൻ പ്രതീക്ഷിക്കേണ്ട. അപ്പൊ അങ്ങനെ എറിയുന്നവർക്കും ആ പ്രതീക്ഷയില്ല. അപ്പൊ അവൻ എന്നേക്കുമായി ഒരു നാശത്തിന്റെ, എന്നേക്കുമായ ജീവനിൽ നിന്നും അവൻ മാറ്റപ്പെടുന്നതിന്റെ ചിത്രമാണ് ഈ ഗീഹന്നെ എന്ന് പറയുന്നത്. അപ്പൊ ഹേഡീസ് എന്ന് പറയുന്നത് അതല്ല, അല്ലെങ്കിൽ ഷിയോൽ എന്ന് പറയുന്നത് നിത്യമായ ഒരു നാശത്തിന്റെ ചിത്രമല്ല. കാരണം ഷിയോലിൽ പോകുന്നവർ, അവർക്കൊരു പ്രത്യാശയുണ്ട്, അവർ ജീവിക്കുമെന്നൊരു പ്രത്യാശയുണ്ട്. ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ ആ ഷിയോലിൽ പോകുക എന്ന് പറഞ്ഞാൽ മരിക്കുന്നവർക്ക് താൻ മരിക്കുമെന്ന്, ജീവിച്ചിരിക്കുന്നവർ തങ്ങൾ മരിക്കുമെന്നറിയുന്നു, മരിച്ചവരൊന്നും അറിയുന്നില്ല. പക്ഷെ ജീവിച്ചിരിക്കുന്നവർക്കറിയാം തങ്ങൾക്കൊരു പുനരുത്ഥാനം ഉണ്ടാകുമെന്നറിയാം. ഇപ്പൊ ഹേഡീസ് എന്ന് പറയുന്നത് അതിനെയാണ് ഒന്നാം മരണം എന്ന് വിളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവർക്ക് ആ മരണത്തിൽ നിന്നും ഒരു മോചനമുണ്ട്. എന്തുകൊണ്ട് ആ മോചനം അവർക്ക് ലഭിക്കുന്നത്? അവർക്ക് വേണ്ടി കർത്താവായ യേശുക്രിസ്തു കാൽവറിയിൽ മരിച്ചു. ഇപ്പൊ പാപത്തിന്റെ ഫലമായി മരിച്ച മനുഷ്യവർഗത്തെ ജീവനിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയാണ് കർത്താവായ യേശുക്രിസ്തു തന്റെ ജീവൻ ഒരു മറുവിലയാഗമായി നൽകി. ആദാം പാപം ചെയ്തു, ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും എന്നുള്ളത് ദൈവത്തിന്റെ വാഗ്ദത്തം. അപ്പൊ ആദാമിൽ ആണ് നാം എല്ലാവരും മരിക്കുന്നതെങ്കിൽ നമുക്ക് എല്ലാവർക്കും ക്രിസ്തുവിൽ കൂടെയുള്ള ആ വിമോചനത്തിന്റെ അവകാശമുണ്ട്. അപ്പൊ സകല മനുഷ്യരും ഇന്ന് നാം അനുഭവിക്കുന്ന ആദാമ്യ പാപത്തിന്റെ ഫലമായി അനുഭവിക്കുന്ന മരണത്തിൽ നിന്നും നമുക്ക് മോചനമുണ്ട്. ഇതാണ് നമ്മോട് പറയുന്നത്. അതുകൊണ്ട് ഹേഡീസ് അല്ലെങ്കിൽ ഷിയോൽ എന്ന് പറയുന്നത് അവിടെ ഒരു പ്രത്യാശയുണ്ട്. അവൻ മരിച്ചാൽ വീണ്ടും അവൻ ജീവിക്കും. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, മനുഷ്യന്റെ ഒരു മരിക്കുന്ന വ്യക്തിയുടെ പ്രത്യാശ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, നാം പരലോകത്ത് പോയി മരണാനന്തരം ജീവിക്കുമെന്നുള്ളതല്ല. പിന്നെയോ നമുക്ക് ഒരു പുനരുത്ഥാനം ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മുടെ പ്രത്യാശ. അതാണ് കൊരിന്ത്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. എന്താ? ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം, നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു. ഇപ്പൊ ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നമ്മളുടെ ഈ ഒരു പ്രത്യാശയ്ക്ക് അവകാശമില്ല, ഈ പ്രത്യാശയ്ക്ക് അർത്ഥമില്ല. പക്ഷെ ക്രിസ്തു പുനരുത്ഥാനം പ്രാപിച്ചത് കൊണ്ട് നമ്മൾക്കും ഇങ്ങനെ ഒരു പ്രത്യാശയ്ക്ക് അവകാശമുണ്ട്. പ്രത്യാശ നമുക്കുണ്ട്, നാമും ജീവിക്കും. മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ തിന്നുക കുടിക്കുക, നാളെ ചാകുമല്ലോ എന്നാണ് അപ്പോസ്തലൻ വീണ്ടും കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നത്. മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ തിന്നുക കുടിക്കുക, നാളെ ചാകും. അപ്പൊ നോക്കുക, മരിച്ചവർ ഈ ഒരു പുനരുത്ഥാനത്തിന്റെ പ്രത്യാശ ഉള്ളത് കൊണ്ടാണ് അവർ ഇന്ന് നല്ല ജീവിതം നയിക്കണമെന്ന് പറയുന്നത്. കാരണം പുനരുത്ഥാനത്തിൽ അവർ ജീവനിലേക്ക് വരാൻ അവർക്ക് സാധിക്കണമെങ്കിൽ ഈ ആയുസ്സിൽ അവർ പാപത്തെ വിട്ട് ജീവിക്കണം. ഇല്ലെങ്കിൽ അവർ പുനരുത്ഥാനം വഴി വരുന്നത് ഒരു ന്യായവിധിക്ക് വേണ്ടിയാണ്. ആ ന്യായവിധിയുടെ ദിവസത്തിൽ, ആ കാലഘട്ടത്തിൽ, ദിവസം എന്ന് പറയുമ്പോൾ കേവലം 24 മണിക്കൂറല്ല, അവർക്ക് ക്രിസ്തുവിനെ അറിയുവാനും നീതിയിൽ ജീവിക്കുവാനും അവർക്ക് ലഭിക്കുന്ന
ഒരു സുദീർഘമായ ഒരു കാലഘട്ടമാണ് ആ ന്യായവിധി, അവരുടെ ന്യായവിധി ദിവസം എന്ന് പറയുന്നത്. ആ കാലഘട്ടത്തിൽ അവർക്ക് ക്രിസ്തുവിനെ അറിഞ്ഞ് ജീവനിലേക്ക് വരുവാനുള്ള ഒരു അവസരം അവർക്കുണ്ട്. അതാണ് ഇന്ന് ഈ ഒന്നാമത്തെ മരണം എന്ന് പറയുന്ന ആ മരണം, അല്ലെങ്കിൽ ഷിയോലിലേക്ക് പോവുക എന്ന് പറയുന്നതിന്റെ, ഹേഡീസിന്റെ അനുഭവം അതാണ്. എന്നാൽ ഈ ഇപ്രകാരം ഈ ഗീഹന്ന എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിൽ, ഗീഹന്നയിലേക്ക് എറിയപ്പെടുക എന്ന് പറഞ്ഞാൽ അത് നിത്യമായ നാശത്തിന്റെ ചിത്രമാണ്. അല്ലാതെ അത് എന്താ, അവിടെ നിന്നും അവർക്ക് വേണ്ടി മറ്റൊരു മോചനവുമില്ല. അവർ ഒരിക്കൽ ക്രിസ്തുവിനെ സ്വീകരിച്ചവർ വീണ്ടും പാപം ചെയ്താൽ അവർക്ക് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഒരു മനഃപൂർവ്വ പാപിയെ സംബന്ധിച്ച ഈ ഒരു അനുഭവം, ഷിയോലിന്റെ അനുഭവം ഉണ്ടാകുന്നത്, ഒരു ഗീഹന്നയുടെ അനുഭവം ഉണ്ടാകുന്നത് ഒരു മനഃപൂർവ്വ പാപിക്കാണ്. ഇതാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പൊ അവിടെ നിന്നും അവർക്കൊരു മോചനം ഉണ്ടാകുകയില്ല. ഇത് നാം വ്യക്തമായി ഇത് മനസ്സിലാക്കണം. മത്തായിയുടെ സുവിശേഷം 10:28 അവിടെ പറയാ, ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട, ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പിപ്പാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടുവിൻ. നോക്കുക, എന്താ അവിടെ ഞാൻ ഈ പറഞ്ഞ ആശയം ഇവിടെ വളരെ വ്യക്തമാണ്. എന്താ, അവൻ നിത്യമായ ഒരു നാശത്തിന് ആണ് കാണിക്കുന്നത് ഈ പറയുന്ന ഗീഹന്ന എന്നുള്ളത്. ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവൻ. അപ്പൊ ഇവിടെ ദേഹിയെ കൊല്ലുക എന്ന് പറഞ്ഞാൽ നമുക്ക് മരണശേഷവും ജീവനിലേക്ക് വരുവാൻ, നമ്മുടെ നിദ്ര കൊള്ളുന്നവർ പലരും ജീവനായി പുനരുത്ഥാനം പ്രാപിക്കുമെന്ന ദാനിയേൽ പ്രവാചകനും പറയുന്നത്. പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും നിത്യജീവനായി പുനരുത്ഥാനം പ്രാപിക്കും, ചിലർ നിത്യലജ്ജയ്ക്കായി പുനരുത്ഥാനം പ്രാപിക്കും. അപ്പം ജീവന്റെ പ്രത്യാശയോടെ ക്രിസ്തു പറഞ്ഞു, നന്മ ചെയ്തവർ ജീവനായി പുനരുത്ഥാനം പ്രാപിക്കും. അപ്പൊ അതാണ് ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ. ഇപ്പൊ ഒരുവനെ നാം ഇപ്പൊ നീതിയുടെ പേരിൽ ഇപ്പൊ സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊന്നു. എന്തിനു വേണ്ടിയാ? അവൻ നീതിക്ക് വേണ്ടി ജീവിച്ചത് കൊണ്ടാ, പ്രസംഗിച്ചത് കൊണ്ടാ, നീതി പ്രസംഗിയായത് കൊണ്ടാ, ക്രിസ്തുവിനെ പ്രസംഗിച്ചത് കൊണ്ടാ സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊന്നത്. അപ്പൊ അന്നത്തെ സമൂഹത്തിന്, യഹൂദന്മാർക്ക് കൊല്ലുവാൻ സാധിച്ചത് സ്തേഫാനോസിന്റെ ഈ ജീവിതമാണ്. ഈ ലോകത്തിലെ ഈ ജീവിതം നശിപ്പിക്കാൻ സാധിച്ചു. എന്നാൽ അവൻ പുനരുത്ഥാനത്തിൽ അവൻ ജീവനിലേക്ക് വരുന്നു എന്നുള്ളതിനെ തടയാൻ ഇന്നത്തെ ഒരു അധികാരികൾക്കും അതിനുള്ള അവകാശമില്ല. പുനരുത്ഥാനത്തിൽ അവന്റെ കല്ലറകൾ പൂട്ടിവെക്കാൻ ഇന്നത്തെ ഒരു അധികാരികൾക്കും സാധിക്കുകയില്ല. ക്രിസ്തുവിന്റെ കല്ലറ, കല്ലറയിൽ അവര് ഉരുട്ടിവെച്ച വലിയ കല്ല്, അത് ഒരു മനുഷ്യ പ്രയത്നവുമില്ലാതെ അത് മാറ്റപ്പെട്ടു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അത് യഹൂദന്മാർ എടുത്തുകൊണ്ട് പോകാതിരിക്കാൻ, അവന്റെ ശിഷ്യന്മാർ ഈ മൃതശരീരം എടുത്തുകൊണ്ട് പോകാതിരിക്കാൻ അവിടെ കാവൽ നിർത്തിയവരാ പടയാളികളെ. എന്നിട്ടും ആ കല്ലറ തുറന്നു, അവിടെ വെച്ച കല്ല് ഉരുട്ടി മാറ്റപ്പെട്ടു. അപ്പൊ അത് ദൈവത്തിന്റെ ശക്തിയാണ്. അപ്പൊ ദേഹിയെ കൊല്ലുവാൻ കഴിയാത്തവർക്ക്, അപ്പൊ നമ്മളെ അങ്ങനെ ഒരു പുനരുത്ഥാന ജീവൻ തടയാൻ ഈ ലോകത്തിലെ ഒരു അധികാരികൾക്കും ഒരു ഭരണകൂടങ്ങൾക്കും ഒരു ദുഷ്ടശക്തിക്കും സാധിക്കില്ല. അപ്പൊ അവരെ നിങ്ങൾ ഭയപ്പെടേണ്ട. കാരണം അവർ നശിപ്പിക്കുന്നത് നമ്മുടെ ഈ ജീവിതമാണ്, ഈ താൽക്കാലികമായിരിക്കുന്ന ജീവിതമാണ്. ഞാൻ ഈ താൽക്കാലിക ജീവിതം എന്ന് പറയുന്നത് മരിച്ചാൽ അടുത്ത നിമിഷം മറ്റൊരു ലോകത്തേക്ക് പോകുന്നു എന്നുള്ളത് കൊണ്ടല്ല. പുനരുത്ഥാന നാളുവരെയും അവൻ എവിടെയായിരിക്കും? അവൻ ഇല്ലായ്മയിലാണ്, അവൻ ശവക്കുഴിയിലാണ്, അവൻ നിദ്രയിലാണ്, അവൻ കുഴിയിൽ ഉറങ്ങുന്നവന്റെ അവസ്ഥയിലാണ്. എന്നാൽ പുനരുത്ഥാന നാളിൽ കർത്താവിന്റെ ശബ്ദത്തിൽ കല്ലറകൾ ഉള്ളവർ എല്ലാവരും പുത്രന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായി പുനരുത്ഥാനം പ്രാപിക്കുന്ന ദിവസം വരുമ്പോൾ ഇവരും നിത്യജീവന് യോഗ്യരായി പുനരുത്ഥാനം പ്രാപിച്ച് മാനുഷിക പൂർണ്ണതയിലോ ദൈവം നൽകുന്ന മറ്റേതെങ്കിലും അവസ്ഥയിലോ അവർ പുനരുത്ഥാനം പ്രാപിക്കും എന്നുള്ളത് നാം മനസ്സിലാക്കുക. അതുകൊണ്ട് ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട, ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പിക്കാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടുക. ഇപ്പൊ ആരെ ഭയപ്പെടണം?
ദേഹിയെയും ദേഹത്തെയും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ആയുസ്സും വരാനിരിക്കുന്ന ദൈവം വാഗ്ദത്തം ചെയ്യുന്ന നിത്യജീവന്റെ ആയുസ്സും ഇത് രണ്ടും അത് രണ്ടും ഇല്ലാതെയാക്കാൻ കഴിയുന്നവനെ, മരണം വഴി ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെടുന്ന ഒരു വ്യക്തി, അവന് പുനരുത്ഥാനം വേണമോ, ജീവന് വേണ്ടി അവൻ പുനരുത്ഥാനം പ്രാപിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് അത് ദൈവമാണ്, ദൈവത്തിന്റെ ശക്തിയാണ്. ദൈവം കാണുന്നുണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ചിന്താഗതികൾ, പ്രവർത്തനങ്ങൾ, ഇതെല്ലാം കാണുന്ന ഒരു ദൈവമുണ്ട്. നാം എന്തുമാത്രം നീതിക്ക് യോഗ്യനാണ്, നാം ക്രിസ്തുവിനെ സ്വീകരിച്ചതിന് ശേഷം മനഃപൂർവ്വം പാപം ചെയ്യുന്ന ഒരു വ്യക്തിയാണോ, സത്യത്തിന്റെ പരിജ്ഞാനത്തിലെത്തിയ ശേഷം നാം മനഃപൂർവ്വമായി പാപം ചെയ്ത് നമ്മെ നിർമ്മലീകരിച്ച ക്രിസ്തുവിന്റെ രക്തത്തെ മലിനമെന്ന് നിരൂപിച്ച് അതിനെ കാൽകൊണ്ട് ചവിട്ടിക്കളയാൻ തുനിയുന്ന അനേകം വിശ്വാസികളെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ഒരു കാലത്ത് അവർ വിശ്വസിച്ചതും അവർ പ്രസംഗിച്ചതും അവർ പഠിപ്പിച്ചതും നാം ആദാമിന്റെ പാപത്തിന് ഫലമായാണ് നമുക്ക് അനുഭവപ്പെടുന്ന മരണം, ശിക്ഷ, അതിന് പരിഹാരമായി കർത്താവായ യേശുക്രിസ്തു മരിച്ചു കാൽവറിയിൽ. അവന്റെ മരണ പുനരുത്ഥാനങ്ങൾ നമുക്ക് ആദാമ്യ പാപത്തിൽ നിന്നും മോചനം നൽകുന്നു എന്ന് വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുള്ള എത്രയോ ദൈവമക്കളായിരുന്നവർ അവർ ആ സ്ഥാനത്ത് നിന്നും ആ ക്രിസ്തുവിന്റെ നിയമരക്തത്തെ മലിനമാണ് എന്ന് നിരൂപിച്ചുകൊണ്ട് അതിനെ തള്ളിപ്പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ അവർക്കൊന്നും ഇനി ഒരു ജീവൻ നൽകി അവർക്ക് ഒരു പുതിയ സൃഷ്ടിയാക്കി അല്ലെങ്കിൽ പുതിയ ജീവൻ നൽകി ദൈവത്തിന്റെ രാജ്യത്തിൽ അവയെ ഉപയോഗിക്കണമെന്ന് ദൈവത്തിന് താല്പര്യം ഉണ്ടാകുകയില്ല. കാരണം ഇന്ന് അവർക്ക് വേണ്ടി മരിച്ച ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ഒരു പുതിയ സൃഷ്ടിയായി തീർന്നു. ആദാമ്യ പാപത്തിൽ നിന്നും ആ ശിക്ഷയിൽ നിന്നും അവർക്ക് മോചനം ലഭിച്ചതായി ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ദൈവം അങ്ങനെയാ കണക്കിടുന്നത്. അപ്പൊ അവർ ഇന്ന് ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ജീവനുള്ളവരാ. അവരിന്ന് നശിപ്പിക്കുന്നത് ഈ ലഭിച്ച പുതിയ ജീവനെയാ, പുതിയ സൃഷ്ടിയെയാ. അപ്പൊ വീണ്ടും അവർക്ക് രണ്ടാമതൊരു അവസരം കൊടുത്തുകൊണ്ട് ഒരിക്കലും അവർക്ക് ഒരു ജീവൻ കൊടുക്കാൻ ദൈവത്തിന്റെ പ്രമാണം അനുവദിക്കുന്നില്ല. കാരണം ഒരു വ്യക്തിക്ക് ഒരൊറ്റ അവസരമേ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുകയുള്ളൂ. അവന് ലഭിക്കുന്ന പൂർണ്ണമായ അറിവിന്റെ അടിസ്ഥാനത്തിലാണ്, അവന് ലഭിക്കുന്ന ജ്ഞാനം പൂർണ്ണമാണ്. അവനെ ജീവിപ്പിക്കാൻ പോരുന്ന ഏതാണെന്നുള്ള പൂർണ്ണമായ അറിവും അനുഭവത്തിന്റെ ജ്ഞാനവും അവന് ലഭിക്കണം. അങ്ങനെ ലഭിച്ചിട്ടുള്ളവനാ അവൻ ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞാൽ പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ആ ഭൂമി കൃഷി ചെയ്യുന്നവന് ഉപയുക്തമായ ഫലാദികൾ വിളയിക്കുന്നില്ല എങ്കിൽ അതിന്റെ അവസാനം അത് ചുട്ടുകളയുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പിക്കാൻ കഴിയുന്നവനെ ഭയപ്പെടുക. അപ്പൊ നമ്മളോട് ഭയപ്പെടാൻ പറയുന്നത് ഈ ദൈവത്തെയാണ്. അവന് ദേഹത്തെയും ദേഹിയെയും നരകത്തിൽ എന്ന് പറഞ്ഞാൽ ഗീഹന്നയിൽ, നിങ്ങൾ ആ വാക്ക് ഉപയോഗിക്കണം. നരകത്തിൽ നശിപ്പിക്കുക എന്നുള്ളതല്ല, ഗീഹന്നയിൽ നശിപ്പിക്കുക. ഇതാണ് ഇപ്പോഴത്തെ ഭാഷാന്തരക്കാർ ഉപയോഗിക്കുന്ന പദം. അപ്പൊ ഗീഹന്നയിൽ നശിപ്പിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ അവന്റെ ഉന്മൂലമായ നാശം ഇനി അവന് ജീവനിലേക്ക് മടങ്ങി വരാൻ അവകാശമില്ലാത്ത വിധം നിത്യനാശത്തിന്റെ ചിത്രമാണ്. മർക്കോസിന്റെ സുവിശേഷത്തിൽ പറയും 16-ാം അധ്യായത്തിൽ നിത്യനാശം എന്ന ശിക്ഷാവിധി അനുഭവിക്കും. അപ്പൊ നിത്യനാശം എന്ന ശിക്ഷാവിധി എന്ന് പറഞ്ഞാൽ അവന്റെ നാശം നിത്യമായിരിക്കും. ആ നാശത്തിൽ നിന്നും അവന് ഇനി ഒരു മോചനം ഉണ്ടാവുകയില്ല. ഇതാണ് അതിന്റെ അർത്ഥം. അല്ലാതെ നിത്യദണ്ഡനം എന്ന് പറഞ്ഞാൽ നിത്യകാലം ദണ്ഡിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല. അവന്റെ ശിക്ഷ, എവർ ലാസ്റ്റിംഗ് പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ ആ അവന് ലഭിക്കുന്ന ശിക്ഷ അത് നിത്യകാലം തുടരും. നമുക്കറിയാം, നമ്മുടെ കോടതികൾ വിധിക്കുമ്പോൾ അവന്റെ മരണം വരെയും അവനെ തൂക്കിക്കൊല്ലണമെന്ന് പറയുക, അല്ലെങ്കിൽ ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിക്കുന്നവൻ അവൻ മരണം വരെയും അവൻ ജയിലിൽ കഴിയണം. കേവലം 12-14 വർഷം കൊണ്ട് പുറത്തു വരിക എന്നുള്ളതല്ല. അപ്പൊ ഇതിനെക്കുറിച്ച് വീണ്ടും കൂടുതൽ നിങ്ങളുമായി കൂടുതൽ കുറച്ചുകൂടി വിശദമായി സംസാരിക്കുവാനുണ്ട്. അത് നാളെ നമുക്ക് ആ വിഷയത്തിലേക്ക് കടക്കാം. അതുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധ അതിലേക്ക് ക്ഷണിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്യങ്ങൾ ഞാനിവിടെ
ഉപസംഹരിക്കുന്നു. പ്രിയമുള്ളവരെ, നിങ്ങൾ ശ്രദ്ധാപൂർവം വിഷയം കേൾക്കുക.